പ്രശസ്തമായ ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ആവേശത്തിലാണ് ആറന്മുള. മത്സര വള്ളംകളിക്ക് തുടക്കമായിരിക്കുന്നു. ആദ്യ ഹീറ്റ്സിൽ മുല്ലപ്പുഴശ്ശേരിയാണ് മുന്നിൽ എത്തിയിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ, പ്രവീൺ പുരുഷോത്തമൻ, PR പ്രവീണ, സുനിഷ ഏലൂർ എന്നിവർ വിവരങ്ങളുമായി. ആദ്യം പ്രവീൺ പുരുഷോത്തമുണ്ട്. പ്രവീൺ, ഇപ്പോൾ മത്സരം ആരംഭിച്ചിരിക്കുമ്പോൾ ആദ്യ ഹീറ്റ്സിൽ മുല്ലപ്പുഴശ്ശേരി മുന്നിലെത്തിയിരിക്കുന്നു. എന്താണ് അവിടെ നൽകാവുന്ന വിവരങ്ങൾ? സ്മൃതി, ഇപ്പോൾ എ ബാച്ച് പള്ളിയോടങ്ങളുടെ ആദ്യ ഹീറ്റ്സ് മത്സരമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കഴിഞ്ഞത്. ഇടശ്ശേരിമല, പൂവത്തൂർ പടിഞ്ഞാറ്, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല കിഴക്ക് തുടങ്ങിയ പള്ളിയോടങ്ങളാണ് ആദ്യ ഹീറ്റ്സിൽ പങ്കെടുത്തിരുന്നത്. ഇതിൽ ആദ്യ ഹീറ്റ്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇടശ്ശേരിമലയാണ് ആദ്യ ഹീറ്റ്സിൽ ഒന്നാമതെത്തിയത്. ഇനി 8 ഹീറ്റ്സുകൾ കൂടി ഇനി നടക്കാനുണ്ട്. അടുത്ത ഹീറ്റ്സ് ലാഹ, ഇടയാറന്മുള, കാട്ടൂർ, ചിറയറമ്പ്, മാലക്കര തുടങ്ങിയ പള്ളിയോടങ്ങളായിരിക്കും മത്സരിക്കുക. ഈ ജലഘോഷയാത്രയെല്ലാം പൂർത്തിയാക്കി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എല്ലാ പള്ളിയോടങ്ങളും എത്തിയതിനു ശേഷമാണ് എ ബാച്ച് പള്ളിയോടങ്ങളുടെ ആദ്യ ഹീറ്റ്സ്, മത്സരവള്ളംകളിയിൽ ആദ്യ ഹീറ്റ്സ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇനി എ ബാച്ച് പള്ളിയോടങ്ങളിലെ ഓരോ ഹീറ്റ്സായിട്ട് ഇനിയും പുരോഗമിക്കും. ഇനിയിപ്പോൾ രണ്ടാമത് ഹീറ്റ്സാണ് നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ രണ്ടാമത് ഹീറ്റ്സിൽ പങ്കെടുക്കുന്ന എ ബാച്ച് പള്ളിയോടങ്ങൾ പുറപ്പെടും. പിന്നീട് 3, 4, 5, 6 അങ്ങനെ 9 ഹീറ്റ്സുകളാണ് ഉള്ളത്. അതിനുശേഷമായിരിക്കും ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കുക. ഈ ഹീറ്റ് മത്സരങ്ങൾക്ക് ശേഷമായിരിക്കും അത് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ 9 ഹീറ്റ്സ് എ ബാച്ച് വള്ളംകളി, അതുപോലെ തന്നെ 5 ഹീറ്റ്സ് ബി ബാച്ചിലുമാണ് നടക്കുക. ഈ എ ബാച്ചിൽ നിന്നും 4 പള്ളിയോടങ്ങളായിരിക്കും ഫൈനലിലേക്ക് എത്തുക. ബി ബാച്ചിൽ 4 എണ്ണവും ഫൈനലിലേക്ക് എത്തും. ഇക്കുറി 50 പള്ളിയോടങ്ങൾ ഈ മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യ ഹീറ്റ്സ് കഴിഞ്ഞിരിക്കുന്നു. കാണികളെല്ലാം വലിയ ആവേശത്തിലാണ്. രണ്ടാമത് ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങുമ്പോൾ അതും കാണാനുള്ള ആവേശത്തിൽ കൂടിയാണ് പമ്പാ നദിയുടെ ഇരുകരകളിലുമുള്ള ഈ മത്സരവള്ളംകളി കാണാൻ എത്തിയിട്ടുള്ളവർ. ഈ കൃത്യം 3 മണിക്ക് തന്നെ മത്സരവള്ളംകളി ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഏകദേശം ആ സമയത്ത് തന്നെ മത്സരവള്ളംകളി ആരംഭിച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിനകം ഈ മത്സരവള്ളംകളി അവസാനിപ്പിക്കണം, അങ്ങനെയാണ് ടൈം ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ സമയക്രമത്തിൽ തന്നെ മത്സരങ്ങൾ തീർക്കാനായിരിക്കും പരമാവധി പള്ളിയോട സേവാ സംഘം ശ്രമിക്കുക. അതിൻ്റെ ആദ്യത്തെ പടി എന്ന നിലയിൽ എ ബാച്ച് പള്ളിയോടങ്ങളുടെ ആദ്യ ഹീറ്റ്സ് മത്സരമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും രണ്ടാമത് ഹീറ്റ്സ് മത്സരങ്ങൾക്കുള്ള പള്ളിയോടങ്ങൾ പുറപ്പെടും. പിന്നീടായിരിക്കും ബി ബാച്ച് പള്ളിയോടങ്ങളുടെ മത്സരങ്ങൾ നടക്കുക. ഏതായാലും മന്നൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഇക്കുറി വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ പള്ളിയോടങ്ങൾ തമ്മിൽ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പള്ളിയോടങ്ങൾ മത്സരിക്കുന്ന ഒരു ഉത്രട്ടാതി ജലോത്സവം എന്ന പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ കരകളിൽ നിന്നുമുള്ള പരമാവധി പ്രാതിനിധ്യം തന്നെ ഇക്കുറി ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുണ്ട്. അപ്പോൾ ആദ്യ ഹീറ്റ്സ് കഴിഞ്ഞു. ഇനി എ ബാച്ചിലെ രണ്ടാമത് ഹീറ്റ്സ് അല്പസമയത്തിനകം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും പുറപ്പെടും.